എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് കാലങ്ങളായിട്ട് പല സുഹൃത്തുക്കളും ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കളും വിളിച്ച് ചോദിക്കാനുള്ള പല ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കൊടുക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയാറില്ല. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്, എങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഷൂട്ട് ചെയ്തെടുക്കാം. വലിയ വലിയ സ്റ്റുഡിയോ ഫ്ലോറുകളിൽ ഷൂട്ട് ചെയ്യാം. ഇത് ലൈറ്റുകൾ, വലിയ ലൈറ്റുകൾ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാം. ഇത് ഫ്ലാഷുകൾ ഉപയോഗിച്ച് അല്ലാതെയും ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന രീതിയാണ് ശരിയായ രീതി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് സാധാരണ ഒരു തുടക്കക്കാർക്ക് എങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഷൂട്ട് ചെയ്തെടുക്കാം എന്നുള്ള ഒരു ചെറിയൊരു പരീക്ഷണമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. ഇതെൻ്റെ ഒരു രീതിയാണ്. ഇതല്ലാത്ത രീതിയിലും പലരും ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് അവരുടെ രീതി. ഇപ്പോൾ നടക്കാൻ പറ്റുന്ന, ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യത്തിൽ എങ്ങനെ അത് ഷൂട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് പ്രൊഡക്റ്റ് ഗോൾഡ് മാലകളാണ്. നമ്മളെ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഷൂട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്, മുന്നേ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഷൂട്ട് ചെയ്യാൻ കിട്ടിയപ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ വെച്ച് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. ഇത് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ചെയ്തു നോക്കാൻ ഇതൊരു ഉപകാരപ്രദമായൊരു വീഡിയോ ആവുമെന്ന് എനിക്ക് കരുതുന്നു. നമ്മളപ്പോൾ 1DX ഷൂട്ട് ചെയ്യണത്. 100mm മാക്രോ ലെൻസിലാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് ഒരു ബ്ലാക്ക് മുണ്ട്, അതാണ് നമ്മൾ താഴ്ത്തി വെച്ചേക്കുന്നത്. നമ്മൾ ഫ്ലാഷ് ഉപയോഗിക്കുന്നില്ല. അതിന് പകരമായിട്ട് നമ്മുടെ സൂര്യൻ, മൂപ്പരെ നാച്ചുറൽ ലൈറ്റാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സിറ്റുവേഷൻ ഇങ്ങനെയാണ്. നമുക്കപ്പോൾ ഷൂട്ട് ചെയ്ത് നോക്കി നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടേ ഒരു ബ്ലാക്ക് ക്ലോത്തിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണത്, ഇത് ഷൂട്ട് ചെയ്യുന്നത്. അത് വളരെ വൃത്തിയായിട്ട് ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ മാക്സിമം ഒന്ന് കൈകൊണ്ടൊന്ന് റെഡി വെക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കുക. ആദ്യം കുറച്ച് പണിയാണ് കറക്റ്റാക്കിയിട്ട് വെക്കിയത്. ഇതാണ് അതിൻ്റെ ആദ്യത്തെ ഘട്ടം. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ട്രിമ്മർ ഉപയോഗിക്കുകയാണ്. അത് വെച്ചിട്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ എന്നിട്ട് ഇതിലേക്കുള്ള ലൈറ്റിൻ്റെ ഒന്ന് നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് ലൈറ്റ് കുറച്ചും കൂടി ഫ്രണ്ടിൽ നിന്ന് കിട്ടാനുള്ള സെറ്റപ്പ് സംവിധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ തെർമോക്കോളാണ് ഉപയോഗിക്കുന്നത്. തെർമോക്കോൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ലൈറ്റ് ഉപയോഗിച്ചിട്ട് ട്രിമ്മറിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ലൈറ്റ് കൊടുത്തിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കി നോക്കാം. കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ വർക്ക് നോക്കുകയാണ്, എങ്ങനെ നമുക്കത് നല്ലൊരു ഔട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എഡിറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഗോൾഡ്, ഡയമണ്ട്സ് ഇത്തരം സാധനങ്ങളൊക്കെ ആകുമ്പോൾ റിഫ്ലക്ഷൻ്റെ വിഷയങ്ങൾ വരും. അതുപോലെ തന്നെ അതിൻ്റെ ഷാർപ്പ് ഉണ്ടായിരിക്കണം. ഇത് നമ്മൾ കൊടുക്കുന്ന ആ ഔട്ടാണ് ബാക്കി ഇനി പുറത്തേക്ക് ആൾക്കാർ ഓരോരുത്തർ കാണുക. അത് കണ്ടിട്ട് വേണം ആൾക്കാർക്ക് ഇത് വാങ്ങാൻ വരാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ അതിൻ്റെ ഒറിജിനൽ കളർ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ സിറ്റുവേഷൻ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഒറിജിനൽ. അപ്പോൾ അതൊന്നും നോക്കിയിട്ട് വേണം നമ്മളിപ്പോൾ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒറിജിനൽ ലെയറിൽ നമ്മൾ ഒന്നും എഡിറ്റ് ചെയ്യരുത്. ഒരു കോപ്പി ലെയർ എടുത്തിട്ട് വേണം നമുക്ക് ഇത് ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് തിരുത്തൽ വേണം വെച്ചെങ്കിൽ നമ്മൾ നല്ല പണിയെടുക്കേണ്ടി വരും. പിന്നെ ഇതാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ആക്കാണ്ട് വെച്ചെങ്കിൽ നമുക്ക് വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ലെയർ എടുത്തിട്ട് വേണം ഇത് കോപ്പി ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ ചെറിയ ഡോട്ടുകൾ, വൈറ്റ് ഡോട്ടുകളൊക്കെ കിടക്കുന്നതാണ്. ആ ക്ലോത്തിൻ്റെ ഡോട്ടുകളാണ്. ഇപ്പോൾ നമ്മളെ ശ്രദ്ധ അധികവും മിക്കതും അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളെ കണ്ണ് പോവുക. അപ്പോൾ ആദ്യം തന്നെ അത് റിമൂവ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അത്തരം കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യത്തെ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞു. ഏകദേശം ഒരു 1.25 മണിക്കൂറോളം ഏകദേശം നമുക്ക് എടുക്കേണ്ടത്. അങ്ങനത്തെ ഒരു സാഹചര്യ കാരണങ്ങൾ മുഴുവൻ നമ്മളത് കാണിക്കില്ല എന്നുള്ളൂ.
നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി നമുക്ക് വർക്ക് തരുന്ന ആ പാർട്ടിയുടെ എന്തെങ്കിലും നമുക്ക് അവരുടെ പേരും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്ഥലം നമ്മൾ കമ്പോസ് ചെയ്ത് എപ്പോഴും വെക്കേണ്ടതായിരുന്നു. അല്ല വെച്ചെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ടുണ്ടാകും പിന്നീട് അത് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ആ കാര്യങ്ങളൊക്കെ. നമ്മൾ ഫോട്ടോഷോപ്പ് ലൈറ്റ് റൂമാണ് മെയിൻലി നമുക്ക് ഇതിന് ഉപയോഗിക്കുന്നത്. ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ക്വാളിറ്റി കൂടുതൽ കിട്ടുന്ന ഇത് രണ്ടും കൂടി ഉപയോഗിച്ചാലേ നമുക്ക് നടക്കുള്ളൂ. ഏതായാലും ഒരെണ്ണം മാത്രമാണെന്ന് വെച്ചാൽ നമുക്ക് നടക്കില്ല. എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വേറെ ലെയർ എടുത്തിട്ട് വേണം നമ്മളെപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല വെച്ചാൽ അത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാകും. സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡിൻ്റെ സാഹചര്യത്തിൽ അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരും ഭയങ്കര ഡിപ്രഷനിലാവുക. എന്ത് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്നൊക്കെ. ഇതൊരു പഠിക്കാനുള്ളൊരു സാഹചര്യമായിട്ട് നിങ്ങൾ എല്ലാവരും കണക്കാക്കുക. ഇത്ര വന്ന ആൾക്കാർ നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്. എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ പൊരുത്തപ്പെട്ട് പോകണം. എന്തെങ്കിലും ഒരു വിഷമസന്ധികൾ വരുമ്പോൾ ഘട്ടം വരുമ്പോൾ നമ്മൾ തളരല്ല വേണ്ടത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ തോന്നിയത് ഇത്തരമൊരു കാര്യമാണ്. അത് ഞാൻ ഇപ്പോൾ ചെയ്യണു, നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ലൈറ്റിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് അത് ചെയ്യുന്നത്. വേറെ ആരുമില്ല, നമുക്ക് ഇപ്പോൾ വിളിക്കാനും പറ്റില്ല. ഇപ്പോൾ 2 ക്യാമറകൾ വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കത് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളത് കാണുക. എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, മനൂപ് ചന്ദ്രൻ എന്നടിച്ചാൽ നിങ്ങൾക്ക് ആ ചാനൽ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ എന്നെ നേരിട്ട് വിളിക്കണം. സംശയങ്ങൾ എപ്പോഴും ചോദിക്കാം.